പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഒരു കുട്ടി മറ്റൊരു കുട്ടിയേക്കാൾ മെച്ചം. നമുക്ക് എല്ലാ കൊല്ലവും ഇതുപോലെ ഓണക്കാലത്ത് കുറച്ച് ദിവസം ഒന്നിച്ചു കൂടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? കുട്ടികളെ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ധ്യാനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ കൂട്ടായ്മ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുക? ഞങ്ങൾ ക്രിസ്തുവിന്റെ പരിമളം പരത്തുന്ന സുന്ദര സൂനങ്ങൾ. ആ കയ്യൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ചലിപ്പിച്ച്. ഞങ്ങൾ ക്രിസ്തുവിന്റെ പരിമളം പരത്തുന്ന സുന്ദര സൂനങ്ങൾ. മാലാഖമാരുടെ ചിറകുകളാണെന്നാ പറയുന്ന കുട്ടികളെ. ആ കരങ്ങളൊന്ന് നീർത്തിപ്പിടിച്ച് മാലാഖമാരുടെ ചിറകുകൾ വരുന്ന കാണിച്ച്. അതന്നെ മാലാഖമാരുടെ ചിറകുകളാണത്. കഴിവിനൊത്ത് പങ്കാളികളാകുവാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനോട് ഞങ്ങൾ ശിഷ്യകൾ എല്ലാവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. കർത്താവായ ദൈവമേ, കുഞ്ഞുങ്ങളെ ആശീർവദിക്കണേ. അമ്മമാരെ കുഞ്ഞുങ്ങളെ അടുക്ക കൊണ്ടുവന്നപ്പോ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിച്ച് അവരെ ആശീർവദിച്ചതുപോലെ ഈ പൊന്നു കുഞ്ഞുമക്കളെ അങ്ങ് ആശീർവദിക്കണേ. അവർക്ക് ബുദ്ധി കൊടുക്കണേ. പഠിക്കാനുള്ള അറിവിന്റെ ഫലമായിട്ട് തിരിച്ചറിവ്, സന്തോഷം, സമാധാനം, ആനന്ദം, ആത്മധൈര്യം, ആത്മസംയമനം, കർത്താവേ സൽപാതകളിൽ സഞ്ചരിക്കാനുള്ള ധീരത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കണേ. എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ സന്തോഷമാണ്. എല്ലാവർക്കും ഒന്നും നല്ലൊരു കയ്യടി കൊടുത്തിട്ടാണ്. സുന്ദര സൂനങ്ങൾ, വണ്ടില്ലാത്ത പൂക്കള് കേട്ടാ, കരിവണ്ടില്ലാത്ത പൂക്കള്. അടുത്ത് തന്നായിരുന്നു ഈശോയുടെ ധീരപരായ പട്ടാളക്കാർ. ജയ് ക്രൈസ്റ്റ്, ജയ് ക്രൈസ്റ്റ്. അടുത്ത് തന്നായിരുന്നു ഈശോയുടെ സുന്ദരമായ മാലാഖ കുഞ്ഞുങ്ങൾ. എല്ലാവരും കൈ വിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞേ. വന്നാലും നമുക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാമോ? പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്, പിതാവിന്റെ സെമിനാരിക്കാർ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന തൃശ്ശൂർ മേരിമാല സെമിനാരി ഉണ്ടായിരുന്നു പറയുന്നവരാണ്. പിതാവ് വെറും വെള്ളമാണെന്ന് പറയുന്നത്. എന്താ? അയ്യോ, ഈ വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? അല്പം വെള്ളം എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ അത് ഗ്ലാസിന്റെ രൂപത്തിലിരിക്കും. നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് കൈ പിടിച്ച് പിതാവിന്റെ നന്ദി സൂചകമായിട്ട്
പിതാവിനെ വന്ന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൈവീശി ആത്മാർത്ഥമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഭയിൽ നിന്നാണ് നിരോധിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് അവരെ പരിചയപ്പെടുകയും അവരൊക്കെ ലാഭമൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാ പെൺകുട്ടികളെയും ഞാൻ സിസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തുന്നു. സിസ്റ്റേഴ്സ് നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കേട്ടോ. ഇനി നിങ്ങളാണ് അത് നോക്കുന്നത്. സിസ്റ്റം ഈ ക്ലാസ്സുണ്ട്, അതിൻ്റെ അപ്പുറം ഇവരൊക്കെ നിങ്ങളൊക്കെ എൻ്റെ വ്യക്തിപരമായി പറയും. അവർ കേൾക്കുക, അവർ വല്ല ഐറ്റപ്പൊക്കെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തോന്നുന്നു ഇവരെ പോലെ നിങ്ങൾ കൊച്ചു മാതാക്കുട്ടികൾ, ഇവര് വലിയ മാതാക്കുട്ടികൾ, മാതാക്കുട്ടിമാട്ടി ഈശ്വരൻ മണവാട്ടികളായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇവരെ പോലെ മണവാട്ടിയാകാനും അവസരമുണ്ട് കേട്ടോ. അപ്പൊ സിസ്റ്റേഴ്സിനെ കാണുകയും ചെയ്യണം, പരിചയപ്പെടുക. സിസ്റ്റേഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇഷ്ടമുള്ള സിസ്റ്റേഴ്സിന് പോവുക, പരിചയപ്പെടുക, അവർ ഐറ്റപ്പൊക്കെ വാങ്ങിക്കാൻ. ബാക്കി പാമ്പിനായി നിങ്ങളുടെ ഓക്കെ സഹായിക്കാനും ഒരുമിച്ച് കാനഡയിലെ യൂത്തിന്റെ പരിപാടി ഓൺലിയുടെ 10 ലക്ഷം ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. ഹാലരിയ. അപ്പൊ അനുഭവമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിലെ ഓണത്തിന് കായ മേടിച്ചോണ്ട് ചിലപ്പോ പഴുപ്പിക്കാൻ അല്ലേ മേടിക്കാറുണ്ട്. അപ്പൊ ചില കായ നല്ല മൂത്തതായിരിക്കും, അത് തന്നെ വെച്ചാൽ കുറേശ്ശെ പഴുക്കും. ചിലതപ്പം എന്ത് ചെയ്യും, കൂട്ടിൽ വയ്ക്കും അല്ലേ, അതായത് അതൊന്ന് ചൂടാക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പഴുക്കും. കാരണം ഇത് ഒരു 2 മാസക്കാലത്തെ ഒരു തപസ്യയുടെ ഒരു ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നമുക്കൊന്നും അറിയില്ല ഇതിന്റെ പിന്നിലെ ആരാണ്, എന്തോരം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പലപ്പോഴും സ്റ്റേജിൽ വന്ന പ്രവർത്തിച്ചിരുന്നല്ല ഇതിന് കൂടുതൽ പിന്നണിയിൽ പരിശ്രമിച്ചതൊക്കെ. അതുകൊണ്ട് ഇതിന്റെ ഒരു ചെറിയ ചരിത്രം, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തവർക്ക് ഒരു ചെറിയ നന്ദിയും പ്രകാശിപ്പിക്കാനാണ് നമ്മൾ നിൽക്കുക. സ്നേഹത്തോടെ താരാട്ടുപാട്ട് പാടി പറക്കുന്ന പോലെ ഇതാ ഈ ഭാവന കാണുന്നു. കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാതാപിതാക്കള് ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. ആ സമയത്ത് നിന്റെ കൊച്ചിനെ കണ്ടുകൊണ്ട് സ്നേഹിക്കണം. നമ്മുടെ അച്ഛൻ പറയുന്നു, ോഴ
ഈശോയുടെ ചുവടത്തി ശാരീരിക സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഉറക്കപാട് വന്നിടുന്നു നിന്നെ വാഴ്ന്നിൻ സ്തുതികൾ പാടിടുന്നു സ്തുതികൾ പാടി